കടുത്ത ഇന്ത്യാവിരുദ്ധ നിലപാടുകാരനായ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ജനുവരി 8 മുതൽ 12 വരെ ചൈന സന്ദർശിക്കുമെന്ന് ചൈന വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണയായി മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം വരുന്നത് ഇന്ത്യയിലേക്കാണ്. എന്നാൽ കഴിഞ്ഞ നവംബർ 17-ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മുഹമ്മദ് മുയിസു ആ കീഴ്വഴക്കവും തെറ്റിച്ചു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 2 വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം പോയത് തുർക്കിയിലേക്ക്, പിന്നീട് കാലാവസ്ഥാ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ UAE-യിലേക്ക്. ഇവിടെ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച. മൂന്നാമതായി ഇന്ത്യയിലേക്ക് എത്തും എന്ന് കരുതിയെങ്കിലും മുയിസു ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തായാലും മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടെ മാലദ്വീപ് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലദ്വീപിന് ചൈന $1.3 ബില്യൺ കടമായി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ വിവാദമായതിനു പിന്നാലെ അതുകൊണ്ട് തന്നെയായിരിക്കാം മുയിസു ഇപ്പോൾ ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ വിവാദമായതിനു പിന്നാലെ രംഗം ശാന്തമാക്കാൻ അതിവേഗ നടപടിയുമായി മാലി ഭരണകൂടം. മന്ത്രിമാരുടെ പ്രസ്താവനകൾ തള്ളിയതിന് പിന്നാലെ വിവാദ പ്രസ്താവനകൾ നടത്തിയ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നേരത്തെ പ്രസ്താവനകൾ തള്ളി മാലി ഭരണകൂടം ഔദ്യോഗികമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. ഇതുകൊണ്ടും ഇന്ത്യൻ രോഷം തീരില്ലെന്ന് ബോധ്യമായതോടെയാണ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത്. ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന്റെ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കില്ലെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രധാനമന്ത്രി മോദിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ യുവജന ശാക്തീകരണ മന്ത്രിയായ മറിയം ഷിയൂന എക്സിൽ നിന്ന് ഇത് നീക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനു പിന്നാലെ മാലദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുള്ള മഹ്സും മാജീദ് ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. രാജ്യത്തെ 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മാലദ്വീപ് മന്ത്രി അബ്ദുള്ള മഹ്സും മാജിദ് എക്സിൽ കുറിച്ചു. ഈ പോസ്റ്റ് വലിയ വിവാദമായി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും വ്യാപകമായി. ഇതിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിയുടെ ട്വീറ്റ്. ലക്ഷദ്വീപ് മന്ത്രിയുടെ പ്രസ്താവനകളെ അപലപിച്ച് മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്തെത്തിയിരുന്നു. ഇത് സർക്കാർ നയമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാലദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വഴിയൊരുക്കിയ സഖ്യരാഷ്ട്രത്തിന്റെ നേതാവിനോട് എന്തൊരു മോശം ഭാഷയാണ് മാലദ്വീപ് മന്ത്രി മറിയം ഷിയൂന പ്രയോഗിച്ചത്, നഷീദ് എക്സിൽ കുറിച്ചു. പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് മാലദ്വീപ് ഭരണകൂടം കടന്നത്.